IFL 2020 ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തുന്നത്. പിന്നീട് 2021 കേരളം ഇതിന്റെ കരട് തയ്യാറാക്കിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സമയത്ത് തന്നെ വലിയ എതിർപ്പുകൾ ഈ കോഡുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. കാരണം 26 തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ 4 ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത്. ആ സമയത്ത് തന്നെ രാജ്യത്തെ പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കാരണം ഇത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ ഈ കോഡിലൂടെ നടപ്പാക്കാനായിട്ട് പോകുന്നത്. തൊഴിലാളികളെ പൂർണ്ണമായും അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ്. അവർക്ക് കൂടുതൽ ഉയർച്ചയും സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അവരെ വീണ്ടും താഴ്ചയിലേക്ക് തള്ളിയിടാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പൊളിച്ചെടുത്ത് കൊണ്ടുവരുന്നത് എന്നതായിരുന്നു പ്രധാന പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഒരു ആരോപണം. ആ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം 4 ലേബർ കോഡുകൾ അത് പ്രാബല്യത്തിൽ വരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തത്. അതിന് പിന്നാലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരടുകൾ തയ്യാറാക്കി എന്നുള്ള വാർത്തകൾ വരുന്നത്. ഇനിയിപ്പോൾ ഇതിനോട് ദേശീയ നേതൃത്വം എങ്ങനെയാണ് അതിലോട് ഒരു പ്രതികരണം നടത്തുക എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് 11 മണിക്കാണ് ഡൽഹി ജന്തർ മന്ദിറിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെ ഒരു സംയുക്ത പ്രതിഷേധം ഡൽഹിയിൽ നടക്കാൻ പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളി മുന്നോട്ട് വെക്കുന്ന വിവാദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പൊളിച്ചെഴുത്തിന് വീണ്ടും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും നിയമം ചില നിയമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയരുന്നുണ്ട്. അത് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ എതിർപ്പ് ഉന്നയിക്കുന്ന ട്രേഡ് യൂണിയനുകളുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തൊഴിലാളി വിരുദ്ധമാണ്. കാരണം പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരുന്ന ഒരു ചർച്ചകൾ പോലും നടത്താതെയാണ് വളരെ പെട്ടെന്ന് ഈ കോഡ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്.